ഡോക്ടർ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ചുവട്ടിൽ അതിന്റെ ആ കാഴ്ചക്കാർ ഒരുപാട് കമന്റുകൾ ഇടുന്നുണ്ട്. ഒരുപക്ഷെ ഡോക്ടർക്ക് അതിന് മറുപടി കൊടുക്കാൻ അവിടെ സാധിക്കുന്നുണ്ടാവില്ല. ശരിക്കും ഞാനിപ്പോൾ ഡോക്ടറെ മുമ്പിൽ ഇരിക്കുന്നത് അവരുടെ ഒരു പ്രതിനിധി ആയിക്കൊണ്ടാണ്. അപ്പൊ അതിലുള്ള ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു തുടങ്ങട്ടെ. അതിൽ ആദ്യ ചോദ്യം, അലോപ്പതി നോക്കിയിട്ട് മാറാത്ത ചില കേസുകൾ മറ്റുള്ളവ കൊണ്ട്, ചില ആയുർവേദം, യുനാനി, നാട്ടുവൈദ്യം ഇങ്ങനെയുള്ള ചികിത്സ കൊണ്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. തിരിച്ചു സംഭവിക്കാറുണ്ട്, മോഡേൺ മെഡിസിൻ കൊണ്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഇത് നിരവധിയായിട്ട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. എല്ലാ മേഖലയിലും അലോപ്പതിക്ക് വിജയം നേടാൻ കഴിഞ്ഞൊന്നും വരില്ല. അതേപോലെ എല്ലാ മേഖലയിലും ആയുർവേദത്തിനും വിജയം നേടാൻ കഴിഞ്ഞൊന്നും വരില്ല. ആയുർവേദം അലോപ്പതിയെയും യുനാനിയെയും നാട്ടുവൈദ്യത്തെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? എല്ലാം ഓരോ വൈദ്യശാസ്ത്രം. അതേപോലെ മറ്റ് ശാസ്ത്രങ്ങളും അങ്ങനെ മറ്റുള്ള ശാസ്ത്രങ്ങൾ അംഗീകരിക്കണം എന്നേ ഞാൻ എപ്പോഴും എവിടെയും പറയാറുള്ളൂ. അല്ല, ആയുർവേദത്തിന് നമുക്ക് വേണമെങ്കിൽ അതിന് ഒരു വലിയൊരു 1000 വർഷത്തെ ചരിത്രം അല്ലെ 3000 വർഷത്തെ ചരിത്രമൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഒന്ന് ഈ പറയുന്ന യുനാനിക്കോ അല്ലെ നാട്ടുവൈദ്യത്തിനോ പാരമ്പര്യ വൈദ്യത്തിനോ ഒക്കെ പറയാൻ പറ്റുമോ? പാരമ്പര്യ വൈദ്യത്തിന് പറയാം, കാരണം അതൊരു രജിസ്റ്റേർഡ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ആയുർവേദ കോളേജ് കേരളത്തിൽ 1889 നേരെ മറിച്ച് 1951 ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് കേരളത്തിൽ വരുന്നത്. അതേതാണ് ആയുർവേദ കോളേജ്? തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജ്. അത്രയും വർഷത്തെ പഴക്കമുണ്ട്. 1957 കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വരുന്നത്. അതിനു മുമ്പും തൃപ്പൂണിത്തറയിൽ ആയുർവേദ കോളേജ് ഉണ്ട്. കോട്ടക്കൽ ആയുർവേദ കോളേജ് 1917 വൈദ്യരത്നം ആയുർവേദ കോളേജ് 1926 ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മെഡിക്കൽ കോളേജുകൾ ആയുർവേദത്തിനുണ്ട് ഇവിടെ. പിന്നെ ഇത് ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, നിങ്ങൾക്ക് ഏതിലാണോ അസുഖം മാറുന്നത് അത് നിങ്ങൾക്ക് ആശ്രയിക്കാം. യെസ്, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ആ ചോയ്സിൽ സ്വാഭാവികമായിട്ട് അവിടെ അന്ധവിശ്വാസം കടന്നു വരൂലേ? അന്ധവിശ്വാസം അതിന്റെ ഒരു മിസ്യൂസ് തീർച്ചയായിട്ടും ഉണ്ടാവൂലേ? മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമാക്കാം. അപ്പോൾ അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം നമുക്കൊരു കൃത്യമായ ഒരു വഴിയുണ്ട്. മറ്റുള്ള രീതികൾ, ചികിത്സാ രീതികൾക്ക് ഒരു കൃത്യമായ വഴി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അത് ചിലപ്പോൾ ഇങ്ങനെ കൈമാറി വന്നതോ അല്ല കേട്ടു വന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസത്തിന്റെ ഒരു ഭാഗമായി വന്നതൊക്കെ ആവാലോ. അതാണ് ഞാൻ പറഞ്ഞത്, പാരമ്പര്യം എന്നത് എന്നോ നിന്നുപോയൊരു സംഭവമാണ്, നിർത്തേണ്ട സംഭവമാണ്. കാരണം 1889 ആയുർവേദ കോളേജ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും പാരമ്പര്യം അവകാശപ്പെടുന്ന എങ്ങനെ? ഇവിടെ കേരളത്തിൽ നിന്ന് 10-16 കോളേജുകളുണ്ട്. എന്നിട്ടും പാരമ്പര്യക്കാരെ അംഗീകരിക്കാണ് സർക്കാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ തെറ്റാണ് നമ്മുടെ ജനതയോട് ചെയ്യുന്നത്. മനസ്സിലായില്ല, പാരമ്പര്യം എന്നൊരു വിഭാഗം ഇല്ല. പിന്നെ പണ്ട് അങ്ങനെ ആയിരുന്നു ആ ശിക്ഷണ രീതികൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിയതമായ കോളേജുകളും എല്ലാ സംഭവങ്ങളും ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള കോളേജുകളുണ്ട്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ ഇല്ലാത്ത ചികിത്സാ രീതിയെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ഉറപ്പല്ലേ? വ്യക്തമാണ്. ഇനി അടുത്തൊരു ചോദ്യം ഒരാൾ ചോദിക്കലാണ്, ഇത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോന്റെ ചുവട്ടിൽ വന്നൊരു ചോദ്യമാണ്. വാദം, കഫം, പിത്തം ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്തുണ്ടാക്കിയ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് സയൻസ് ആവുക? എന്താണ് മറുപടി? വാദം, പിത്തം, കഫം എന്നത് ആയുർവേദ ശാസ്ത്രത്തിന്റെ ബേസ് ആണ്. മോഡേൺ മെഡിസിന്റെ ബേസ് എന്താണ്? മോഡേൺ മെഡിസിൻ അങ്ങനെ ഒരു ബേസും ഇല്ലല്ലോ. ഇല്ല, മോഡേൺ മെഡിസിൻ അങ്ങനെ ഒരു ബേസ് ഇല്ല. നമുക്ക് എല്ലാത്തിനും ഒരു ബേസ് ഉണ്ട്. അതേപോലെ മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സപ്തധാതുക്കൾ, 7 ധാതുക്കളുണ്ട്, അങ്ങനെ ത്രിദോഷങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഓരോന്നിനും ആയുർവേദത്തിനൊരു ബേസ്. ഈ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും ചികിത്സിക്കുന്നതും. ഓരോരുത്തർക്കും ഓരോ പ്രകൃതി പറഞ്ഞിട്ടുണ്ട്. വാദപ്രകൃതി, കഫപ്രകൃതി, പിത്തപ്രകൃതി എന്ന് പറയുന്ന പോലെ തന്നെ ഇത് 2 ചേർന്നിട്ടുള്ള പ്രകൃതികൾ, ഇത് 3 ചേർന്നുള്ള പ്രകൃതികൾ, അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചിട്ടാണ് ഒരു രോഗിയെ എന്താണ് ആ രോഗിക്കുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ മരുന്നുകളാണ് ആയുർവേദത്തിലുള്ളത്. ഇതിനെ വളരെ എളുപ്പത്തിൽ എനിക്ക് തന്നെ എതിർക്കാൻ പറ്റും. കാരണം സയൻസ് എന്ന് പറയുന്നത് ആവർത്തനങ്ങളിൽ നമുക്ക് ഒരേ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മളതിനെ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ മരുന്ന് വ്യത്യസ്തമായ വ്യക്തികളിൽ കൊടുക്കുമ്പോൾ ഒരേ റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് വെച്ചാൽ നമ്മൾ ആയുർവേദത്തിന് ഒരു ബേസ് ഉണ്ട് എന്നും അലോപ്പതിക്ക് ഒരു ബേസ് ഇല്ല എന്നും ഡോക്ടർ പറയുമ്പോൾ ഇങ്ങനൊരു ചോദ്യം അവിടെ വരും. അവിടെ ബേസ് ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുന്നത്. അല്ല, അവിടെയാണ് തെറ്റ്. അതൊരു ഊഹമാണോ? ഊഹമല്ല. അവര് പഠിക്കുന്നത് ഒരേ മോളിക്യൂൾസ് ഒരേ രീതിയിലാണ്. നമ്മളിത് അങ്ങനല്ല. വ്യക്തിയെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ആയുർവേദം. അവിടെയാണ് ആയുർവേദത്തിന്റെ വിജയം. ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ലോകത്ത് മുഴുവൻ എല്ലാവരെയും ചികിത്സിക്കാം എന്ന് പറയുന്നത്
ശരിയാണെന്ന അഭിപ്രായം നമുക്കില്ല. അതുകൊണ്ടാണ് പലർക്കും അതുകൊണ്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നത്. ആയുർവേദത്തിന് പൊതുവെ സൈഡ് എഫക്റ്റ് കുറവാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ മരുന്നുകൾ അവരുടെ പ്രകൃതിയും ജീവിതശൈലിയും ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഒരുപാട് ദേശം കാലം ബലം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു സംഗതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ വാദം, പിത്തം, കഫം ഒക്കെ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ, ആയുർവേദ ചികിത്സ ഒരാളുടെ രോഗം കണ്ടെത്തുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു മെത്തഡോളജി വിശദീകരിക്കാൻ തയ്യാറല്ല. മനുഷ്യ ശരീരം സ്കാൻ ചെയ്യാതെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇത്തരം ഏതേതരം ടെസ്റ്റുകൾ ചെയ്യാതെ എങ്ങനെയാണ് രോഗം കണ്ടുപിടിക്കുക? ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ വന്നിട്ട് ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ ആയ പോലെ ഉള്ളൂ. പുതിയ പുതിയ കണ്ടുപിടുത്തം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ ആധുനിക ചികിത്സാ ശാസ്ത്രത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. ഇപ്പൊ സ്കാനിങ് കണ്ടുപിടിച്ച്, എക്സ്റേ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിന് മാത്രം ഉദ്ദേശിച്ചിട്ടില്ല അതുണ്ടായത്. അത് നമ്മൾ അതിന്റെ ഗുണവശങ്ങൾ നമ്മൾ എടുക്കുന്നത് മാത്രം. ആയുർവേദത്തിൽ അതൊക്കെ ഉണ്ടാവുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾ, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മനസ്സിലാക്കാനുള്ള നാഡീ പരിശോധനകൾ, മറ്റ് പരിശോധനകളൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ രണ്ട് ചോദ്യം. ഒന്ന്, ഇത്തരം ആധുനിക സംവിധാനങ്ങൾ, സ്കാനിങ്, മറ്റ് ടെസ്റ്റുകൾ, എക്സ്റേസ്, ഇത്തരം സംവിധാനങ്ങളുടെ സഹായം ആയുർവേദം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് എന്ന അവകാശവാദം ഉണ്ടോ? ഇല്ല, ഇത് രണ്ടും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദം ഇത് ഈ സഹായം, ഈ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അത് ആശ്രയിക്കുന്നുമുണ്ട്. കാരണം എൻ്റെ അടുത്തൊക്കെ വരുന്ന പേഷ്യൻസ് അധികവും ഈ എല്ലാ ചികിത്സകളും കഴിഞ്ഞിട്ടുള്ള കെട്ടുകളും കൊണ്ടാണ് വരുന്നത്, റിപ്പോർട്ട്സ് ആണ് വരുന്നത്. ഈ റിപ്പോർട്ട്സ് എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ മെത്തേഡ് അനുസരിച്ചുള്ള പരിശോധനയും നടത്തും. ഇത് രണ്ടും നമ്മൾ ഏകദേശം ടാലി ആകുന്ന രീതിയിലേക്ക് ആക്കി. അത്തരം റിപ്പോർട്ടുകൾ ഇല്ലാതെ രോഗികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യും, ഇത്തരം റിപ്പോർട്ടുകൾ എടുക്കാൻ വേണ്ടി പറയും. യെസ്, കാരണം അതിലൂടെ മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത്തരം ആധുനിക സംവിധാനങ്ങൾ മോഡേൺ മെഡിസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, മറിച്ച് മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി ഉണ്ടാക്കിയത്. ഓക്കെ, കൃത്യമാണ്. ഓക്കെ, ഇനി അലോപ്പതി, ആ വാക്ക് ശരിയാണോ എനിക്കറിയില്ല, മോഡേൺ മെഡിസിൻ പഠിച്ചവർ ആയുർവേദം ശരിയാണ് എന്ന് പൊതുവെ പറയാറില്ല. ഇതേപോലെ ആയുർവേദം പഠിച്ചവർ മോഡേൺ മെഡിസിൻ ശരിയല്ല എന്നും പറയാറുണ്ടോ എന്നുള്ളതാണ്. ഇതിന് ഡോക്ടർ നേരത്തെ മറുപടി പറഞ്ഞു, അങ്ങനെ ഒരു അഭിപ്രായം ആയുർവേദത്തിലില്ല, എല്ലാ ശാസ്ത്രശാഖയും അംഗീകരിക്കുന്നതാണ്. അടുത്തത്, നാസൽ പോളിപ്പ് ചെയ്ത് ബോധം പോയ ഒരാളെ എനിക്കറിയാം എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു. മോഡേൺ മെഡിസിൻ അല്ലാത്തത് കൊണ്ട്, ആയുർവേദത്തിൽ ചികിത്സിച്ചത് കൊണ്ടാണോ അയാൾക്ക് ബോധം പോയത് എന്നുള്ളതാണ് ചോദ്യം. എനിക്കറിയില്ല, കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എത്രയോ നാസൽ പോളിപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണ്. ബോധം പോയത് അതുകൊണ്ടാണ്. എത്ര കേസുകൾ ഡോക്ടർ അങ്ങനെ അറ്റൻഡ്? കാരണം നാസൽ പോളിപ്പ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണല്ലോ. എത്ര, ഏകദേശം ഒരു ഊഹം പറയാം? 1000 രോഗികളെ ഇപ്പോഴും ഇഷ്ടംപോലെ ആ കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇന്നും 5-8 രോഗികൾ അത്തരം രോഗികളാണ്. അത് വളരെ വ്യക്തമാണ്. ഇനി ഇന്നത്തെ ഭക്ഷണ രീതിയെ കുറിച്ച് ഡോക്ടർ എല്ലാ വീഡിയോകളും വിമർശിക്കാറുണ്ട്. ജീവിതശൈലി ശരിയല്ല, ഭക്ഷണം ശരിയല്ല, അതൊക്കെ പറയാറുണ്ട്. ഇന്നത്തെ തിരക്കുകൾ വെച്ചിട്ട് ഈ പറയുന്നതൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇത് നടപ്പിലാക്കാൻ ഒരു മനുഷ്യന് സാധ്യമാണോ? ആണെങ്കിൽ ഒരു ഉദാഹരണം പറയാമോ? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഞാൻ വളരെ തിരക്കുള്ള ഒരാളാണ്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഫാസിൽ അങ്ങനെയല്ല, നിനക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും, ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കും, ആ രീതിയിലൊന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പലപ്പോഴും ഓരോരോ രോഗാവസ്ഥകൾക്ക്, അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാളുടെ ശരീരബലത്തിനനുസരിച്ച്, കാലാവസ്ഥക്കനുസരിച്ച് ഒക്കെ ഭക്ഷണങ്ങൾ മാറണം. ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ വിമർശിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ വീഡിയോകളും വിമർശിക്കുന്നു എന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 365 ദിവസം നമ്മൾക്ക് ഇപ്പോൾ ഒരേ തരം ഭക്ഷണ രീതികളാണ്. സംശയമുണ്ടോ? രാവിലെ പുട്ടും കടലയും അല്ലെങ്കിൽ വെള്ളപ്പം, ദോശ, ഈ സാധനങ്ങൾ. ഉച്ചയാകുമ്പോൾ ചോറ്, അതിലേക്ക് മീൻകറി അല്ലെങ്കിൽ മീൻ വറുത്തത്, ചിക്കന്, അങ്ങനെ സംഭവങ്ങൾ. വൈകുന്നേരം രാത്രിയിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ. ഇത് എന്നും ഏകദേശം ഒരേ രീതിയിലാണ് പോകുന്നത്. ആയുർവേദം അങ്ങനല്ല പറയുന്നത്. വർഷകാലത്ത് ഉപയോഗിക്കേണ്ട ഭക്ഷണമല്ല വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടത്, വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടതല്ല മഞ്ഞുകാലത്ത് ഉപയോഗിക്കേണ്ടത്, ഇത് രണ്ടുമല്ല വസന്തകാലത്തിൽ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഇപ്പൊ വർഷകാലത്ത് നമുക്ക് അധികം വെള്ളം കുടിക്കണം തോന്നാറേ ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ, വെള്ളം അധികം കുടിക്കേണ്ടതില്ല. പക്ഷെ വേനലാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിനേക്കാളും കൂടുതൽ വെള്ളമാണ് കുടിക്കുന്നത്, അല്ലേ? അത് കുടിക്കണം, കുടിച്ചില്ലെങ്കിൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഡയറ്റ് എന്ന് പറയുന്നതിന്റെ വേറെ രൂപമല്ലേ?
ഡയറ്റ് ഇത് ആയുർവേദം എന്നോ പറഞ്ഞു വെച്ച രൂപമാണ് ഡയറ്റ്. ഓരോരോ കാലഘട്ടത്തിനും. ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞാൽ 6 കാലാവസ്ഥ ഉണ്ട്, നമുക്കിവിടെ 4 കാലാവസ്ഥ കേരളത്തിൽ കാണാം. ഓക്കെ, ഇനി ഡോക്ടറുടെ ഒരു ആയുർവേദ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്ന വളരെ വിമർശനാത്മകമായിട്ടുള്ള ചോദ്യമാണ്. ഡോക്ടറെ പറ്റി തന്നെയാണ് ആ ചോദ്യം. ചില അസുഖങ്ങൾക്ക് ആയുർവേദ ഡോക്ടർമാർ മോഡേൺ മെഡിസിൻ ചികിത്സ സ്വീകരിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അതിനൊപ്പം ഒരു ചോദ്യം കൂടുന്നുണ്ട്. ബാപ്പു ഡോക്ടർക്ക് പ്രമേഹവും റെറ്റിനോപ്പതിയും വന്നു എന്നൊരു ഇന്റർവ്യൂ ഡോക്ടർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല? ആ പ്രമേഹം മാറ്റിയെടുത്തിരുന്നെങ്കിൽ റെറ്റിനോപ്പതി വരില്ലായിരുന്നല്ലോ. റെറ്റിനോപ്പതി വന്നപ്പോൾ മോഡേൺ മെഡിസിനിലെ ലേസർ ട്രീറ്റ്മെന്റ് എന്ന ചികിത്സ എന്തിനെ ആശ്രയിച്ചു? ഇതാണ് ഒരാളുടെ ചോദ്യം. കുറെ ചോദ്യങ്ങളാണ്, ഒന്നല്ല. അത് ചുരുക്കാം. ഡോക്ടർക്ക് ആയുർവേദ ഡോക്ടർക്ക് 40 വർഷമായിട്ട് ചികിത്സ നടത്തുന്ന ബാപ്പു ഡോക്ടർക്ക് ഒരു അസുഖം വന്നപ്പോൾ നേരെ മോഡേൺ മെഡിസിനെയാണ് ആശ്രയിച്ചത്. ഇതിലെ യുക്തി എന്താണെന്ന്? പ്രമേഹം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണെന്ന് ആയുർവേദം അവകാശപ്പെടുന്നില്ല. ഇല്ല, ചില സ്റ്റേജുകളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നേ ആയുർവേദം പറയുന്നുള്ളൂ. ആയുർവേദം എന്നല്ല, എല്ലാ ശാസ്ത്രവും അങ്ങനെ പറയുന്നുള്ളൂ. അലോപ്പതി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഒരാളും മാറിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ അതിനെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കാം എന്നുള്ളതാണ്. ആയുർവേദം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചില സഡൻ സ്റ്റേജുകളിൽ ചിലപ്പോൾ ആയുർവേദത്തിന് ചികിത്സിച്ചാൽ ചിലപ്പോൾ മാറിയ അനുഭവങ്ങളും എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ കാര്യം ചോദിച്ചല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇത് തറവാട് സ്വത്താണ് പ്രമേഹം. അതൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ അത് ഞാൻ കൊണ്ടു നടക്കുന്നു. ഞാൻ 8-9 വർഷക്കാലം അതിൽ നിന്ന് ആയുർവേദ മരുന്ന് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നിയന്ത്രിച്ച് തന്നെ കൊണ്ടു നടക്കും. ആ പ്രമേഹം കൊണ്ടായിരിക്കുമോ ഡോക്ടർക്ക് റെറ്റിനോപ്പതി വന്നത്? ആ പ്രമേഹം എന്ന് പറഞ്ഞാൽ അതേ പ്രമേഹം തന്നെ എല്ലാവർക്കും വരുത്തുന്നത് പ്രമേഹത്തിനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ആ റെറ്റിനോപ്പതി വന്നതിൽ കഥ മുഴുവൻ ഞാൻ പറഞ്ഞില്ല. അന്ന് വീഡിയോയിൽ അതിൽ പറയുന്നുണ്ട്, അസുഖം വരികയും കണ്ണിന് പ്രശ്നം വരികയും മോഡേൺ മെഡിസിൻ ആശ്രയിക്കുകയും അതിലൂടെ മാറാത്തത് തിരിച്ച് വീണ്ടും ആയുർവേദത്തിൽ വന്ന് മാറ്റുകയും ചെയ്തു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ചോദ്യം ഇതാണ്, അടുത്ത പ്രാവശ്യം ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ മോഡേൺ മെഡിസിൻ ആശ്രയിക്കില്ലേ? ഇല്ല, ഈ രോഗത്തിന് ഇനി ആശ്രയിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ ആ വീഡിയോയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സ്വന്തം അനുഭവമാണ്. റെറ്റിനോപ്പതി വന്നു, ഞാനത് കാണിച്ചു, അത് ഇന്നതാണെന്ന് അവർ ഡയഗ്നോസ് ചെയ്യുകയും അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയുകയും അതിന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് എന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ചികിത്സ തന്നെ തുടങ്ങി ഒരു 5-6 ദിവസം കൊണ്ട് എനിക്കത് സുഖം കിട്ടുകയും ചെയ്തതാണ്. അപ്പൊ ലേസറിന് പറഞ്ഞ ഡേറ്റിൽ ഈ ഡോക്ടർ വന്നിട്ട് എൻ്റെ കണ്ണ് കാണിക്കാം എന്ന ധൈര്യത്തിൽ നിൽക്കുമ്പോഴാണ് അറിയാതെ സൈഡിലൂടെ എനിക്ക് ഒരു കാർഡിയാക് പ്രോബ്ലം വരുന്നത്. അപ്പൊ അതിന് ഹെപ്പാരിൽ പോലുള്ള മരുന്നുകൾ അടിച്ചു കയറ്റുന്നതോടുകൂടി നിന്ന് പോയ ബ്ലീഡിങ് തിരിച്ചു വന്നു. അപ്പോഴാണ് ഇത് എങ്ങനെ പെട്ടെന്ന്, കാരണം ഞാനൊരു ഡോക്ടറാണ്, എന്റെ വേദനകൾ എനിക്കറിയാം, എന്നെ കാണാൻ വരുന്ന രോഗികളുടെ വിഷമങ്ങൾ എനിക്കറിയാം. അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ്. എന്റെ വേദനകളെ ഞാൻ അടുക്കാറില്ല. പക്ഷെ ഈ രോഗിയുടെ മുന്നിൽ ഇരുന്ന് അവരെ പരിശോധിക്കാനോ അവർക്ക് മരുന്ന് എഴുതാനോ കഴിയാത്തൊരവസ്ഥ. കാരണം കണ്ണ് പോയി കണ്ണടച്ചു വെച്ച് തന്നെ ഇരിക്കണം. എത്ര കാലം ഒരാൾക്കത് കഴിയും? ഈ ലേസർ ആണെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് ട്രീറ്റ്മെന്റിന്റെ ഡേറ്റ് വരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണോ ഈ ലേസർ? പല ആൾക്കാരും ലേസർ ചെയ്തിട്ട് വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നാലും അതൊന്ന് അനുഭവിക്കണമല്ലോ. ഞാനത് അനുഭവിക്കാൻ പോയി, അനുഭവിച്ചു. എനിക്കതിൻ്റെ യാതൊരു ഗുണവും കിട്ടിയില്ല എന്ന അനുഭവം വന്നതുകൊണ്ട് എനിക്കത് എൻ്റെ അനുഭവം വളരെ വ്യക്തമായി ഉറക്കെ പറയാൻ എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല അത് പിന്നെ വീണ്ടും ആയുർവേദ ചികിത്സ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ ഈ വാക്കാണ് പലരും വിശ്വസിക്കുന്നതും എൻ്റെ ചികിത്സക്ക് വരുന്നത്. ഇനി അടുത്തത് ഡോക്ടർ പറഞ്ഞു, ഈ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി റെറ്റിനോപ്പതി വന്നാലും ഞാൻ മോഡേൺ മെഡിസിനിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിലൊരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പം മോഡേൺ മെഡിസിനെയാണ് ആശ്രയിച്ചത്. അപ്പൊ ചോദ്യം ഇതാണ്, ഇനിയും വരാതിരിക്കട്ടെ, ഇനിയും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താ ചെയ്യാ? മോഡേൺ മെഡിസിനെയാണ് ആശ്രയിക്കുക അല്ലെങ്കിൽ ആയുർവേദമാണ്? തീർച്ചയായിട്ടും അതല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ ഞാൻ അറ്റാക്ക് വന്നിട്ട് ആദ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും എൻ്റെ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു. ഞാൻ ഇവർ എത്രയും കാലത്തേക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കറിയാലോ എൻ്റെ ബുദ്ധിമുട്ട് എത്രയും. എന്നെ വിശ്വസിച്ച് എന്നെ കാത്തിരിക്കുന്ന രോഗികളുടെ വിഷമങ്ങളും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് അതിനെ ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് പോയി എൻ്റെ ട്രീറ്റ്മെന്റ് ഞാനിന്ന് ചെയ്യുകയും ചെയ്തു.
അതിൽ വന്നാൽ അതിന് വീണ്ടും തുടർന്ന് എനിക്കൊരു യെസ് ഓർ നോ ഉത്തരമേ വേണ്ടുള്ളൂ. ഒന്നുകൂടെ ഞാൻ ചോദ്യം ആവർത്തിക്കാം. റെറ്റിനോപ്പതി വന്നു, മോഡേൺ ചികിത്സാ രീതി നോക്കി, പിന്നെ അത് വേണ്ട ആയുർവേദം നോക്കി, അത് സുഖപ്പെട്ടു. ഇനി ആരെങ്കിലും വന്നാൽ റെറ്റിനോപ്പതി ആയിട്ട് വന്നാൽ ഞാൻ ആയുർവേദം തന്നെ കൊടുക്കുള്ളൂ. ഇനി ഡോക്ടർക്ക് അത് വന്നാലും ഡോക്ടർ ആയുർവേദം തന്നെ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഡോക്ടർക്ക് അതും വന്നിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്കിന് മോഡേൺ മെഡിസിനാണ് ഡോക്ടർ ആശ്രയിച്ചത്. ഇനിയും അതേപോലെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ ചോദ്യം. ഇനിയും അത് വന്നു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിലേക്ക് തന്നെയാണോ ചികിത്സക്ക് പോകാന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അത് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇത് ഡോക്ടർ, ആയുർവേദ ഡോക്ടറായ ബാപ്പു ഡോക്ടർ പറയാണ് നമ്മൾ സമയാസമയം ഏതൊക്കെ ചികിത്സാ രീതിയാണോ നമുക്ക് നല്ലത് നമുക്ക് സ്വീകരിക്കാം. ഈ ഒരു നിലപാട് മറ്റ് ആയുർവേദ ഡോക്ടർമാർക്കുണ്ടോ? യെസ്, തീർച്ചയായിട്ടും അവർ ഇത് തന്നെയാണ് നിലപാട്. എന്നുവെച്ചാൽ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ കാണിക്കുന്ന ഒരു വാശി ആയുർവേദ ഡോക്ടർമാർ എവിടെയും പുലർത്തുന്നില്ല. എൻ്റെ അറിവിലില്ല, ഉണ്ടാവില്ല. കാരണം ശാസ്ത്രത്തെ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എവിടെയും അംഗീകരിച്ചിട്ട് പറ്റും. വെരി ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ക്യാൻസർ സുഖപ്പെടുത്തും എന്ന് അവകാശപ്പെട്ട് ആയുർവേദവും ഹോമിയോക്കാരൊക്കെ എല്ലാ രംഗത്ത് വരാറുണ്ട്. ഇതിനെക്കുറിച്ച് ആയുർവേദപരമായിട്ട് എന്താണ്? കാരണം ഇതൊരു വലിയൊരു വിഷയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. മാത്രമല്ല ഡോക്ടറുടെ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ക്യാൻസർ ചികിത്സിക്കുന്നില്ലെങ്കിലും അത് നല്ല റിസൾട്ട് കോട്ടക്കലും അവിടെ ഒക്കെ നല്ല ചികിത്സ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ മോഡേൺ മെഡിസിന് പറയുന്ന ചില അവകാശവാദങ്ങളുണ്ട്. ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് മോഡേൺ മെഡിസിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണോ? ആയുർവേദത്തിന് ഈ വിഷയത്തിൽ കൃത്യമായ എന്തെങ്കിലും പറയാനുണ്ടോ? മോഡേണിന്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ എന്താണ് അവകാശം? അവര് സുഖപ്പെടുത്താറുണ്ടോ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ആളുകൾ സുഖപ്പെട്ട് വരുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ ആളുകൾ സുഖപ്പെടാതെ പോകുന്നുണ്ട്, അതാരും അറിയുന്നില്ലല്ലോ. ശരിയായിരിക്കാം, പക്ഷെ ഒരു 42 ക്യാൻസർ രോഗവിമുക്തരുടെ കൂടെ ഒരു പരിപാടിക്ക് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അവർ മുഴുവൻ മോഡേൺ മെഡിസിനിലാണ് സുഖപ്പെട്ടിരിക്കുന്നത്. ആയുർവേദക്കാരുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് കുറച്ചുകൂടെ ശരി. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. എൻ്റെ ചോദ്യം, അത്രയും അവകാശവാദം മോഡേൺ മെഡിസിനിൽ ഉണ്ടായിരിക്കെ ഇതേ അവകാശവാദം ക്യാൻസർ സുഖപ്പെടുത്തുമെന്ന് ആയുർവേദത്തിന് പറയാൻ പറ്റുമോ? ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഇനി ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻസർ സുഖപ്പെട്ടവരോട് കൂട്ടായ്മ ആയുർവേദത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാണ്? ഉറപ്പാണ്. ഓക്കെ. പിന്നെ ഒരു ആരോപണം സ്ഥിരമായിട്ട് ഡോക്ടറുടെ വീഡിയോകൾ പറയുന്നുണ്ട്, മോഡേൺ മെഡിസിൻ ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ പറയാം, ലോബി, അജണ്ട, വ്യവസ്ഥാപിത, കുതന്ത്രം, ഈ വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് മനസ്സിലാകുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു ഉദാഹരണം വെച്ചെങ്കിൽ പറയാൻ പറ്റും, ഇങ്ങനെ ലോബി ഉണ്ടോ? അതായത് വെറും ഒരു ആരോപണമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണത്? അത് മുട്ട കഴിക്കൂ ധൈര്യമായി എന്ന ഒരു ഇന്നത്തെ ഒരു മാധ്യമ പത്രത്തിൽ ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പുണ്ട്. വളരെ വ്യക്തമായ ഒരു കുറിപ്പ്. കാരണം മുട്ട നന്നായി കഴിക്കണം എന്ന് ഡോക്ടർ ഉപദേശിക്കുകയാണ്. 2 മുട്ട ഡെയിലി കഴിക്കണം എന്ന്. ഒരു 2 അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരേക്ക്, അല്ലെങ്കിൽ 6 മാസം മുമ്പ് വരേക്കും മുട്ട തുടരുത് എന്നായിരുന്നു 25 വർഷക്കാലമായിട്ട് ഈ അലോപ്പതി ഡോക്ടർമാർ സംസാരിച്ചു. കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നും അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ, നെയ്യ്, ഇതിനൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നും ഞാൻ പറയാറുണ്ട്, ഇത് നമുക്ക് കഴിക്കേണ്ട സാധനമാണ്, കഴിച്ചേ പറ്റൂ. വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ കേരളീയക്കാർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലോബി വരുന്നത് തന്നെ ഞാൻ പറയാം, അവിടത്തേക്ക് എത്തട്ടെ. എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ 2ാമത് വന്നത് മുട്ട കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഒക്ടോബർ കഴിഞ്ഞ മാസത്തില് 2ാമത്തെ വെള്ളിയാഴ്ച ലോക മുട്ട ദിനാണ്. അത് ലോക സംഘടന തീരുമാനിച്ചാണ്. മോഡേൺ മെഡിസിന്റെ ലോക മുട്ട ദിനം എന്ന് വെച്ചിട്ട് മുട്ടനെ കുറിച്ച് നന്നായിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്? കുറെ കാലം മുട്ട ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വൈറ്റമിൻ D3. ഇപ്പൊ ആര് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് കുറവാണെന്ന് കാണുന്നു. എന്നിട്ട് മെഡിസിൻസ് കൊടുക്കുന്നു. ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ 80% 2 മുട്ട കഴിച്ചാൽ ഉണ്ടാവും എന്നുള്ളതാണ്. ബാക്കിയൊരു 10-18% വെയിലിൽ കൊണ്ടിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്കോ നമുക്ക് ഉണ്ടാക്കേണ്ടല്ലോ. അല്ലെങ്കിൽ മുട്ടയിലല്ല, വേറെ പലതിൽ നിന്നും നമുക്ക് കുറച്ച് കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടത് കിട്ടും. ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് വൈറ്റമിൻ ഡി നമുക്കിവിടെ സപ്ലൈ ചെയ്ത് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് അതിന്റെ മരുന്നുകൾ. അപ്പൊ അതൊരു ലോബിയല്ലേ, ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ ആയിട്ട് വരിക. കൊളസ്ട്രോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സൂര്യകാന്തി എണ്ണ വരെ കഴിപ്പിച്ചു.
പാമോലിയും കഴിപ്പിച്ചു, സൂര്യകാന്തിയും കഴിപ്പിച്ചു. സൂര്യകാന്തി പോലും ഇല്ല വേറെ ഏതോ ഓയാണെന്നുള്ളത് ഇപ്പൊ പഠനങ്ങൾ തെളിയിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിപ്പിച്ചിട്ട് നമ്മൾ കൊളസ്ട്രോൾ നിന്ന് പേടിപ്പെടുത്തിക്കൊണ്ട് 10-20-25 വർഷക്കാലം നമ്മൾ അതിൽ അഡിക്റ്റ് ആക്കി എല്ലാ ലാബുകളിലും എവിടെ ചെന്നാലും രാവിലെ കൊളസ്ട്രോൾ നോക്കാൻ, ഫാസ്റ്റിങ്ങിൽ നോക്കാൻ, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ എന്നൊരു ഭയങ്കര തിരക്കാണ്. ഒരു വലിയ ആരോപണമാണ് ഇപ്പൊ ഡോക്ടർ ഉന്നയിക്കുന്നത്. ആരോപണം തന്നെ ശരിയായ ആരോപണം. കാരണം പിന്നെ എവിടെ ഒരു കൃത്യമായ ഒരു രോഗം ഉണ്ടാക്കുകയും അല്ല രോഗാവസ്ഥ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് മരുന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലോബിയോട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ലോബി ഉണ്ടെന്നുള്ള യാതൊരു സംശയവും ഇല്ല. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ എടുത്ത് പറയാനുണ്ട്. പണ്ട് സ്കൂളുകളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ യുനെസ്കോയുടെ വക ഗോതമ്പും ഉപ്പുമാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലൊക്കെ കൊടുക്കുമായിരുന്നു. ഇതിനൊരു ഓയിലും ഉണ്ടാവും. ആ ഓയിലാണ് ഇത് ഉണ്ടായിക്കൊണ്ടത്. ആ ഗോതമ്പിന്റെ കൂട്ടത്തിൽ എർഗോട്ട് തന്നെ ഒരു ചെറിയ വിഷധാന്യം കൂടി ഉണ്ടായിരുന്നു, ഒരു കറുത്ത മണിയുള്ള. അത് സന്താന സൗഭാഗ്യം നഷ്ടപ്പെടുത്താനുള്ള സാധനമായിരുന്നു. അത് നമ്മളിവിടെ എത്രയോ ഉപയോഗിച്ച ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് നമുക്കിവിടെ പലർക്കും കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിന് ചികിത്സിക്കാൻ വേറെ മരുന്നുകൾ വരും. സമാനമായ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിൽ നിന്ന് നേരിട്ടാണ് ഈ ഒരു ഇത് ഇപ്പൊ പറഞ്ഞു. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു ഡോക്ടറാണ് ഇപ്പൊ ഈ പറഞ്ഞത്, എന്ത് മുട്ട കഴിക്കണം എന്നുള്ളത്. ഞാൻ അയാൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ഇൻ്റർവ്യൂവിൽ ചോദ്യം വന്നിരുന്നു. ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ മറ്റും ഡോക്ടറെ കണ്ടതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഇതേപോലെ എന്തുകൊണ്ടാണ് ആയുർവേദിക് മെഡിസിനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി അതിൻ്റെ മരുന്നുകൾ രേഖപ്പെടുത്താത്തത്? ഇനി അല്ല, അങ്ങനെ രേഖപ്പെടുത്താറുണ്ടോ? തീർച്ചയായിട്ടും ഓരോ മരുന്നിൻ്റെ പുറത്തും അതിൽ എന്തൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കൃത്യമായ അളവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് രേഖപ്പെടുത്താതെ ഒന്നൊരു മരുന്ന് നിർമ്മിക്കാൻ സർക്കാർ അനുവദിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അത് വ്യക്തമാണല്ലോ. പിന്നെ പല ഔഷധങ്ങളും ആയുർവേദത്തിൻ്റെ ടെക്സ്റ്റുകളുണ്ട്. ഇപ്പോൾ അഷ്ടാംഗഹൃദയം, ചരകസംഹിത, അല്ലെങ്കിൽ സഹസ്രയോഗം എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുടെ മാത്രമുള്ള ടെക്സ്റ്റുകളും വേറെയുണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ മരുന്നുണ്ടാക്കുന്നത്. ദാനന്തരം കഷായം എന്നാണെങ്കിൽ ആ ദാനന്തരം കഷായത്തിൽ എന്തൊക്കെയാണ് മരുന്നുകൾ വേണ്ടതെന്ന് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ആ ദാനന്തര കഷായത്തിൻ്റെ കൂട്ടത്തിൽ സഹസ്രയോഗം എന്നാവും ചിലപ്പോൾ അതിൻ്റെ എവിടുന്നാണ് റെഫറൽ ടെക്സ്റ്റ് എന്നുള്ളതും ചിലപ്പോൾ ചെയ്യാം. പുതിയ മെത്തേഡ് അനുസരിച്ചിട്ട് അതിലും ഓരോന്നും ഇപ്പോൾ എഴുതണം എന്നുള്ളതാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഓരോന്നിനും വ്യത്യാസം ഉണ്ടായി. പേരിൽ തന്നെ നമ്മളെ കേതാൻ ഫാന്റെ പരസ്യം പോലെ നാമം തന്നെ ധാരാളം അല്ല, അതിലങ്ങനെയാണ് ഉള്ളത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോന്നും കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. അല്ല, ഞാൻ ഇഷ്ടം പോലെ ഡോക്ടർമാർ ഞാൻ തന്നെ കാട്ടിട്ടുണ്ട്. അവര് നിരന്തരം പറയുന്നതാണ് ആയുർവേദിക് മെഡിസിൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാറില്ല എന്നുള്ളത് തെറ്റാണ്. പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആയുർവേദത്തിനെ അടച്ചാക്ഷേപിക്കാറ്, കണ്ണടച്ച് ആക്ഷേപം നടത്താറ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ ആയിപ്പെട്ടതാണ്. അതൊന്ന് പഠിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആരും തയ്യാറാവുന്നില്ല എന്ന സത്യം. എന്നാൽ നമ്മൾ ആയുർവേദക്കാർ ആധുനിക വൈദ്യശാസ്ത്രം എന്ത് പറയുന്നു, എന്താണ് ചെയ്യുന്നത്, എന്താണ് മെഡിസിൻസ് കൊടുക്കുന്നത് ഞങ്ങൾ പഠിക്കണം. ഞാൻ പഠിക്കുന്ന കാലത്തും ബേസിക്കലായിട്ട് കുറേ കാര്യം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിക്കുന്ന ടെക്സ്റ്റുകൾ മുഴുവനും മോഡേൺ മെഡിസിന്റെ ടെക്സ്റ്റുകളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടറായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹവും സമ്മതിച്ചു അതൊക്കെയാണ് പഠിക്കുന്നത്. എന്തുകൊണ്ട് ബാക്കി ഫാർമയിൽ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഒരു വ്യത്യാസം. അതൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമാകാൻ പറ്റിയൊരു പ്രസ്താവന ഡോക്ടർ നടത്തുന്നുണ്ട്. ഗർഭാശയം എടുത്തു കളഞ്ഞാൽ സ്ത്രൈണത നഷ്ടപ്പെടും, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ പറയുന്നുണ്ട്. അതിലൊരുപാട് ആളുകൾ ആ ചോദ്യം അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഡോക്ടറുടെ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവും. അതിനൊന്ന് വ്യക്തമാക്കാവോ? എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഓരോരുത്തരും വ്യത്യസ്തമാണ്. ഇപ്പൊ ഉരുളക്കിഴങ്ങ്, പരിപ്പ് ഇത് കഴിച്ചാൽ ഫാസിലിന് ഗ്യാസ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഉണ്ടാവുന്ന എത്രയോ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്.
അതേപോലെ തന്നെയാണ് ഇത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് കാണുക. ഈ ഈസ്ട്രജൻ പോലുള്ള സംഭവങ്ങൾക്ക് അത് നമ്മൾ സാധാരണ പറയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയാറില്ലേ, സ്ത്രീകളുടെ സ്വഭാവമായിട്ട് തന്നെ പലപ്പോഴും പറയാറില്ല. അതെന്തുകൊണ്ടാണ്? അത് അവരുടെ ഈസ്ട്രജനാണ് ആ കുത്തിത്തിരിപ്പ് അവരിൽ മനസ്സിലുണ്ടാക്കുന്നത്, അതിന്റെ കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന്റെ കുറവും കൂടുതലും ഒക്കെ അതിന്റെ വ്യതിയാനങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ ഈസ്ട്രജന് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ മാസമുറ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രസ്റ്റിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള പണിയാണ് അത് ചെയ്യുന്നത്. ഇത് രണ്ടും നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ത്രൈണത എന്നതുകൊണ്ട് ഡോക്ടർ ഉദ്ദേശിച്ചത് എന്താ? സ്ത്രീകൾക്ക് നമ്മൾ പൊതുവെ നമ്മൾ കാണുന്ന ഒരു സൗമ്യ സ്വഭാവം ഉണ്ട് അല്ലേ, അതാണ് സ്ത്രീകളുടെ ആകർഷണീയത, അതാണ് അല്ലേ. അത് നഷ്ടപ്പെടും, റഫ് ആൻഡ് റൂഡ് ആവും അവർ. എത്രയോ കേസുകൾ ഇപ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ദേഷ്യം, സങ്കടം, പറയാറില്ല സാറിന് മൂഡ് സ്വിങ്സ്, ഇതെല്ലാം ഉണ്ടാവും. അതിന് സ്ത്രീണവ നഷ്ടപ്പെടുക. ഒന്നും കൂടെ വ്യക്തമാക്കാം, ഗർഭാശയം എടുത്ത് കളയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ ഡോക്ടർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് ഈസ്ട്രജന്റെ കുറവിന് കാരണമാകും. ഈസ്ട്രജന്റെ കുറവ് കാരണം ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗർഭാശയം എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റും, അവസ്ഥ വരെ പോകാൻ പറ്റും. കാലിലൊരു മുറിവുണ്ടായി, നിലക്ക് ഉണങ്ങുന്നില്ല എന്നുണ്ട്, എന്ത് പറയും? കാല് മുറിച്ച് കളയണം എന്ന് പറയും, ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകില്ലേ? അതെ. ഇതുപോലെ ഗർഭാശയം അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, നിർത്താനേ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരും പറയുന്നത് എന്താണ്? അത് എടുത്തു വെച്ചേക്ക്. ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് പഠിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് എടുത്ത് കളയുന്നതിന് പകരം സൂക്ഷ്മതയോടുകൂടി ഏറ്റവും നിവൃത്തിയില്ലെങ്കിൽ മാത്രം എടുത്ത് കളയും. പറയുന്ന ആളുകളും സ്ത്രീകളും പറയാറുള്ളത് എനിക്കിത് എടുത്ത് കളയാൻ തീരെ താല്പര്യമില്ല, എടുത്ത് കളയാതിരിക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ചാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിന്റെ അർത്ഥം അതാണല്ലോ, അവരത് ആഗ്രഹിക്കുന്നു തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഈസ്ട്രജന്റെ അതേ ചോദ്യം തന്നെ. ഇത് ഒരാളുടെ ചോദ്യമാണ്, കുറച്ച് വലുപ്പമുണ്ട്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ ഡോക്ടർ ഈസ്ട്രജനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഈസ്ട്രജൻ്റെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ട് അല്ല അതിൻ്റെ വ്യതിയാനം കൊണ്ട് പിന്നെ മൂഡ് സ്വിങ് വെച്ചാൽ ദേഷ്യം സങ്കടം, അത് മാത്രമല്ല ഉറക്കക്കുറവ്, ക്ഷീണം, ഊർജ്ജസ്വലത കുറവ്, തടി കൂടുക, തടി കുറയുക, ചർമ്മപ്രശ്നം, അസഹനീയമായ തലവേദന, എല്ലിൻ്റെ ബലക്കുറവ്, വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, വന്ധ്യത, അലസത, ഇങ്ങനെ കുറേ എല്ലാം ഈസ്ട്രജൻ കൊണ്ട് നമുക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യതാണ്, ഇതിന് മോഡേൺ മെഡിസിൻ ചികിത്സകൾ, ഇപ്പൊ പരിഹാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഓക്കെ, ഇതേപോലെ ആയുർവേദത്തിൽ ചികിത്സകളുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. പരിഹാരമുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2. യെസ്, ചികിത്സയുണ്ട്, പരിഹാരമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിതൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നോക്കണം, എന്തുകൊണ്ട് ഇത് വരുന്നു. ബോണിന്റെ ഡെൻസിറ്റി, ബോണിന്റെ പ്രവർത്തനത്തിനെയും ഈസ്ട്രജൻ വളരെ സഹായിക്കുന്നതാണ്. ബോൺ വളർച്ചയ്ക്ക് വേണ്ടി സംഭവം. ഈ ബോൺ മാരോയിൽ നിന്നുള്ള പ്രൊഡക്ഷനിലൂടെയാണ് ഇത് വരുന്നത്, ഈസ്ട്രജനും. പിന്നെ നമ്മുടെ ജനറ്റിക്കൽ ഓർഗൻസിൻ്റെ നമ്മുടെ എന്താണ് അതിന് മലയാളം പറയുക, നമ്മുടെ അടുത്ത തലമുറക്ക് ഉണ്ടാക്കാനുള്ള സംഭവം, സ്ത്രീ പുരുഷനൊക്കെ ഉണ്ടാകുന്ന, പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ശുക്രം, സ്ത്രീകളെ സംബന്ധിച്ചുള്ള ആർത്തവം, ബ്രസ്റ്റ് മിൽക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറ്റിക്കൽ ഓർഗൻസിൻ്റെ മുഴുവൻ പ്രവർത്തനവും വരുന്നത് ഈ മജ്ജ എന്നതിൽ നിന്ന് വരുന്ന അടുത്തൊരു ഔട്ട്കമ്മിൽ കിട്ടുന്ന സാധനമാണ് ഈസ്ട്രജൻ. അപ്പൊ ഇത് കുറഞ്ഞാൽ അത് കുറയും. ആയുർവേദം പറയുന്നത് നമ്മുടെ മേധസ് എന്ന് പറയുന്നത് തടി, ഫാറ്റിൽ നിന്നാണ് ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത്. അത് നല്ല ഫാറ്റും ചീത്ത ഫാറ്റും ഉണ്ട്. അപ്പൊ നല്ല ഫാറ്റ് ആണെങ്കിൽ അത് ഈസ്ട്രജൻ ഉണ്ടാക്കുകയും മറ്റൊരു പ്രവർത്തനം മര്യാദക്ക് നടക്കുകയും ചെയ്യും. ചീത്ത ഫാറ്റാണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനം നടക്കില്ല, ആള് ബൾക്കിയായിട്ട് വരും. അലോപ്പതി പറയുന്നത് ഇതിന്റെ പ്രവർത്തനം നിന്ന് കഴിഞ്ഞാൽ ആള് ബൾക്കിയാവുന്നതാണ്. ആയുർവേദം പറയുന്ന ആള് വെറുതെ ബൾക്കി ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ പ്രവർത്തനം ഉണ്ടാവില്ല എന്നുള്ളത്. അതാണ് ആ ധാതു പരിണാമത്തിന്റെ കാര്യത്തിൽ എന്തായാലും വലിയൊരു വിഷയമാണ്. എന്തായാലും പരിഹാരം ഉണ്ട്. ഓക്കെ, ഇനി ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു വീഡിയോ ഡോക്ടറുടെ ഇടുകയാണ്. എൻ്റെ ഒരു കമന്റോട് കൂടി എൻ്റെ ഉമ്മയുടെ കാൽമുട്ട് ശസ്ത്രക്രിയ ഇല്ലാതെ പാപ്പു ഡോക്ടർ സുഖപ്പെടുത്തി. ഈ വീഡിയോ ഇട്ടോ? ഞാനതിൽ എഴുതിയതാണ്. ഞാൻ 2-3 വട്ടം എഴുതിയിട്ടുണ്ട്, കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കേട്ടിട്ട്. കാരണം കാൽമുട്ട് ശസ്ത്രക്രിയ ചെയ്ത ഒരുപാട് ആളുകൾ അതിൽ പരാജയപ്പെട്ട് കണ്ടിട്ടാണ്. എൻ്റെ സ്വന്തം ഉമ്മ ഇപ്പൊ 10-13 വർഷമായി ഡോക്ടറിനെയാണ് ചികിത്സിച്ചത്. അപ്പോ പിന്നെ അതിന്റെ ചുവട്ടിൽ, ഞാനത് എഴുതിയതിന്റെ ചുവട്ടിൽ ഒരാൾ പറയാണ്, ഞാൻ ബാപ്പു ഡോക്ടറെ അടുത്ത് പോയി ആ ചികിത്സ നടത്തി, അത് പരാജയമായിരുന്നു. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ആരാണ് പറഞ്ഞത്? അതിന് കിട്ടാൻ ഇപ്പൊ ഫേസ്ബുക്ക് തപ്പോട്ടെ, ആർക്കും എഴുതാലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള പഥ്യങ്ങൾ സ്വീകരിച്ച് ഒക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ 1 വർഷം മുമ്പ് ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റ്. അയാൾ എന്നെയും എൻ്റെ സ്റ്റാഫിനെയൊക്കെ പിരാഗി പറഞ്ഞിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയത്. കാരണം അത്രയ്ക്ക് വേദന അയാൾക്ക് സഹിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അയാൾ വന്നത് ശേഷം വന്ന് കാണിച്ചിട്ടുണ്ട്. കുറച്ചു കാലം കാണാറില്ലെന്നു. അയാൾ വളരെ സന്തോഷവാനായി ഓടിച്ചാടി ആണ് എൻ്റെ അടുത്ത് വന്നത്. ചാടി കാണിച്ചു തന്നു. അല്ല, ഒരു പ്രശ്നമില്ല എനിക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ സംഭവിക്കും. കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അത് മാറിയിരിക്കും, വേറെ സംശയമില്ല. പക്ഷെ നമ്മൾ പറയുന്നതനുസരിച്ച് നിൽക്കാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് സുഖം കിട്ടിക്കോളുന്നില്ല. ഇപ്പം നിങ്ങളുടെ ഉമ്മക്ക് സുഖം കിട്ടി, ഇപ്പോഴും അതേ കാലം കൊണ്ട് ആരോഗ്യവതിയായിട്ട് നടക്കുന്നു ഓടുന്നു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ്. ഇത് ആയുർവേദത്തിൽ ഓപ്പറേഷന് മുമ്പേ എത്രയോ ചികിത്സിച്ച അനുഭവങ്ങളാണ് എനിക്കുള്ളത്. ഇനി ഒരു രോഗി അല്ലെങ്കിൽ പല രോഗികൾ ഡോക്ടറെ അടുത്ത് വരികയാണ്. അപ്പോൾ ഡോക്ടർക്ക് തോന്നുകയാണ് ഈ ചികിത്സ എന്നെ കൊണ്ട് സാധിക്കൂല, ഇനി അല്ലെങ്കിൽ ആയുർവേദത്തിനെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് ഡോക്ടർ പറയാറുണ്ടോ നിങ്ങൾ മോഡേൺ മെഡിസിനിലേക്ക് പോകൂ എന്ന് അങ്ങനെ പറയാറുണ്ടോ? തീർച്ചയായും. ഉദാഹരണം പറയാമോ? ഉദാഹരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് അത്തരം രോഗികൾ എത്തുന്ന ആയുർവേദം പരാജയപ്പെട്ട സ്ഥലത്തേക്കല്ല വരുന്നത്, അലോപ്പതി പരാജയപ്പെട്ട രോഗികളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ രോഗിയെ അവർ സമ്മതവും താല്പര്യമാണെന്നുണ്ടെങ്കിൽ ചികിത്സിച്ച് നോക്കാൻ ഞാൻ തയ്യാറാവും. പക്ഷെ ചില കേസുകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വന്ന കേസുകൾ ഞാൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഗർഭാശയത്തിൽ മുഴ, വലിയ സൈസുള്ള മുഴയാണെങ്കിൽ ആയുർവേദത്തിന് പറ്റില്ല. കാരണം അത് അത്രയും ദീർഘകാലിച്ച് മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പം ചോദ്യം ചോദിക്കണം 4 മാസം കഴിച്ചിട്ടും ഗുണം കിട്ടിയില്ലെങ്കിലോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആളെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ബൈപ്പാസ് സർജറി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നത്. കഴിഞ്ഞെല്ലാം റെഡിയാണ്, ഉഷാറാണ്, ഒന്നുമില്ല, ജീവൻ മാത്രം ഇല്ല എന്ന് പറയുന്നത് പോലെ അവസ്ഥയല്ലല്ലോ. അതിനാർക്കും ഒരു കുറ്റമില്ലല്ലോ. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എഴുതി ഒപ്പിടിച്ചിട്ടൊന്നുമല്ല ചെയ്യാറുണ്ട്. നേരെ മറിച്ച് അലോപ്പതിയിൽ ഒരു ശസ്ത്രക്രിയയൊക്കെ പോകുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം എനിക്ക് തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് അലോപ്പതിയിൽ ഈവൻ വലിയ ഓപ്പറേഷൻ ഒന്നും വേണ്ട, ചെറിയതുപോലെ അവർ എഴുതി വാങ്ങിക്കുന്നുണ്ട് കൺസെന്റ്. എന്തെങ്കിലും പറ്റിയാൽ ഉത്തരവാദിത്തം ഇല്ല. എന്തുകൊണ്ടാണ് ആയുർവേദം അങ്ങനെ ചെയ്യാത്തത്? ആയുർവേദം അത്തരം റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആരും ചോദിക്കുന്നുമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഏതൊരു പേഷ്യന്റിനെയും ചികിത്സയ്ക്ക് എടുക്കാറുള്ളൂ. ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതുപോലെ ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ട് ആ രോഗിയിൽ തന്നെ ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ട്, ഇപ്പോൾ കാലിന് മുട്ടിന് തേയ്മാനം തന്നെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പേഷ്യൻസ്, കാല് ഇത്രയും പൊക്കാൻ പറ്റാത്ത പേഷ്യൻസിനെ അവിടെ കിടത്തി അവരെ കൊണ്ട് തന്നെ ആ കാല് പൊക്കി 90 ഡിഗ്രി വരെ പൊക്കി കാണിച്ചു കൊടുത്തപ്പോൾ കണ്ണ് തുറിച്ച് നോക്കുന്ന രോഗികളുണ്ട് എൻ്റെ അടുത്ത്. എങ്ങനെ ഇത് സാധിച്ചു? കാരണം അവിടെ വന്ന് ചില പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാന്നല്ല, അത് ഞാൻ അപ്പോൾ കറക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ അവിടെ ഉണ്ടാവും അത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന ചികിത്സയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ 4 ആഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് ഉദ്ദേശിച്ച രോഗി ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ അഡ്മിറ്റ് ആവുകയെന്ന് പറയും. അങ്ങനെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ ചികിത്സിക്കാറുള്ളൂ. പിന്നെ ഡോക്ടറുടെ വീഡിയോയിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പ്രവാസികളുടെ വലിയ പ്രശ്നമാണ് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത്. അങ്ങനെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് സാധാരണ നമുക്കറിയാലോ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില ഹോസ്പിറ്റലുകളിലാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ നമുക്കറിയാം 2 ഹോസ്പിറ്റലുണ്ട്, പലയിടത്തും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ തന്നെ, മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കുകയാണ് എന്ത്, നിങ്ങൾ ബാപ്പു ഡോക്ടറെ അടുത്ത് പോകും. ഓക്കെ, ഇന്ന് എന്തായാലും അത്തരം കേസുകൾ ഇല്ല. അന്ന് HbSg നെഗറ്റീവ് ആവുന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്തരം കേസുകൾ ഇല്ല എന്നുള്ളതാണ് പല ലാബിലും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടി. എന്തായിരിക്കും കാരണം? അതിൽ ആ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ആ സംഭവങ്ങളോ മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടിയിട്ടുണ്ടാവാം. മഞ്ഞപ്പിത്തം ഇപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതിലുണ്ടായിക്കൊള്ളുന്നില്ല. മഞ്ഞപ്പിത്തം വരുമ്പോലെ തന്നെ ഒരു വരുന്ന സംഭവമാണ് അത് എന്ന് മാത്രമേ ഉള്ളൂ. മഞ്ഞപ്പിത്തത്തിന്റെ വേറൊരു വെറൈറ്റി എന്നേ ഉള്ളൂ. പക്ഷെ അത് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അത് ഞാൻ കാണാനില്ല എന്നാണ് 1-2 ലാബുകളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. ഓക്കെ, ചോദ്യം പൂർണ്ണമായിട്ടില്ല. അത്തരം ഡോക്ടർമാർ ബാപ്പു ഡോക്ടർ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചാൽ യെസ് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറയാൻ തയ്യാറുണ്ടോ? അതെനിക്കറിയാം, അത് അവരാണല്ലോ പറയേണ്ടത്, ഞാനല്ലല്ലോ. ഓക്കെ, അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവങ്ങളാണ് അതൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് അത്തരം കേസുകൾ കിട്ടുന്നേ ഇല്ല. ഓക്കെ, കറക്റ്റ്. ഇനി ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്.
ഇത് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയൊരു അങ്ങനെ ഞാൻ എടുത്താണ്. പണ്ട് ഇത്രയും രോഗങ്ങളില്ലായിരുന്നു, ഇപ്പോൾ രോഗങ്ങൾ വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് അവർ പറയുന്നൊരു മറുപടി, മോഡേൺ സയൻസിൻ്റെ ആളുകൾ പറയുന്നത്, പണ്ട് നമുക്ക് ടെസ്റ്റുകളില്ല, ഇത്രയും രോഗങ്ങളുണ്ടോ എന്നറിയാൻ ഉള്ള വകുപ്പില്ല. അതേസമയം പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ പോലും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മരുന്ന് ലോബിയൊക്കെ ഇവിടെ രോഗങ്ങൾ വർദ്ധിപ്പിച്ചതാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണോ? ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ തന്നെ ആ ഒരു പനി മാത്രമല്ല, പലതരം പനിയുണ്ട് എന്ന് ശാസ്ത്രം വിജയിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമല്ലേ? അല്ല രോഗം വർദ്ധിക്കുകയാണോ ചെയ്തത്? അന്ന് ജനങ്ങളും കുറവായിരുന്നു, രോഗങ്ങളും കുറവായിരുന്നു. ഇപ്പം ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ആശുപത്രികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി പറയുണ്ടായി, ലോകത്തിന് അല്ലെങ്കിൽ ജനതയ്ക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ആശുപത്രികളൊക്കെ അടച്ചു പൂട്ടണം. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. കാരണം ആശുപത്രികളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മൾ റോഡിൻ്റെ വളരെ സ്മൂത്ത് റോഡൊക്കെ കാണുമ്പോൾ നമ്മൾ ചെത്ത് പിള്ളേരൊക്കെ ബൈക്കും കൊണ്ട് പോകുന്ന സ്പീഡ്, കാറും കൊണ്ട് പോകുന്ന സ്പീഡ്, എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പ് ചെയ്താൽ വീഴും. പേടിക്കാനില്ല, മെഡിക്കൽ കോളേജ് അടുത്താണ്, വേഗം എത്തിക്കോളും, റോഡ് അത്ര സുഖമാണ്. അപ്പൊ ആ ഒരു ടെൻഡൻസിയാണ്. ഇപ്പൊ രോഗങ്ങളിവിടെ വന്നോട്ടെ, ചികിത്സിക്കാൻ ആളുണ്ടല്ലോ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അറിഞ്ഞിട്ടും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യും, അറിഞ്ഞിട്ടും ഡോക്ടർമാർ പോലും രോഗം ഉണ്ടാക്കും എന്നറിയുന്ന മരുന്നുകൾ കൊടുക്കുന്നുണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ഏറ്റവും പറഞ്ഞാണ് കാൽച്ചെണ്ണയുടെ ചെണ്ണ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെണ്ണയുടെ ശക്തി കുറയുന്ന അവാസ്കുലാർ നെക്രോസിസ് എന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ സംസാരിച്ചാണ്. അത് അധികം ഉണ്ടാകുന്ന സ്റ്റീറോയിഡ്സ് കൊടുത്തിട്ടാണ് ഉണ്ടാവുന്നത്. ആ വീഡിയോ കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് വന്ന കേസുകളിൽ 80% സ്റ്റീറോയിഡ്സ് കൊടുത്തിട്ടുണ്ടായ രോഗമാണ്. അപ്പോൾ രോഗം വർദ്ധിക്കുന്നുണ്ട്, സംശയമില്ല. ഓക്കെ, ഇനി സൈഡ് എഫക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നേരത്തെ അതിൽ നമ്മൾ സ്കിപ്പായി പോയി. എന്താ പറഞ്ഞാൽ അലോപ്പതി മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയാ, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മാത്രമല്ല അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ അത് പറയുന്നുണ്ട്, ഇതിന് ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട്. ആയുർവേദ മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുൻ രാഷ്ട്രപതി KR നാരായണനൊക്കെ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇത്രയധികം അയേണിൻ്റെ അളവ് വന്നത് ആയുർവേദം മരുന്ന് കഴിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പല ആരോപണങ്ങളൊക്കെ വന്നു. അങ്ങനെ ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ? ആയുർവേദത്തിന് രോഗനിർണയം ശരിയല്ല എങ്കിൽ കൊടുത്ത ഔഷധത്തിൻ്റെ തോതിൻ്റെ അല്ലെങ്കിൽ ഡോസിൻ്റെ വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രോഗനിർണയം ശരിയാണെങ്കിൽ അതിന് കൊടുക്കുന്ന മരുന്ന് ശരിയായിരിക്കും.